ചർച്ച ഇവിടെ നടന്നു. അതിൽ വല്ലാതെ എന്ത് ചെയ്യണമെന്ന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ മുതലാളിയും ഭാര്യയും തമ്മിൽ വഴക്കിടുമ്പോൾ മുതലാളിയുടെ ഭാര്യ അദ്ദേഹത്തിനോട് പറഞ്ഞു, നിങ്ങളോട് താമസിക്കുന്നതിനേക്കാൾ നല്ലത് വല്ല കഴുതയോടും കൂടി താമസിക്കുന്നതാണ്. ആ പ്രതീക്ഷയാണ് എന്നെ ഇപ്പോൾ ഇവിടെ നിലനിർത്തിയിരിക്കുന്നത് എന്ന്. സ്വാതന്ത്ര്യം നേടി 60 ആണ്ടുകൾക്ക് ശേഷം ഇതേപോലെ ഒരു വെള്ളിയാഴ്ച നാം നേടിയെടുത്ത സ്വാതന്ത്ര്യം തീർച്ചയായിട്ടും നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. നമ്മുടെ രാജ്യം വളരെ നിർണായകമായ പ്രതിസന്ധികളിലൂടെയാണ് കടന്നു പോകുന്നത്. ആത്മഹത്യ ചെയ്യുവാൻ ക്യൂ നിൽക്കുന്ന ഒരു വലിയ ജനക്കൂട്ടം ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നു. പ്രാഥമികമായ എല്ലാ സൗകര്യങ്ങളും നിഷേധിക്കപ്പെട്ട ഒരു ജനത. വിലക്കയറ്റം നമ്മുടെ രാജ്യത്തെ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത രീതിയിലേക്ക് ഭക്ഷ്യക്കമ്പി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ഈ സന്ദർഭത്തിൽ ഇതിലൊന്നും വിഷയമല്ലാതെ നമ്മുടെ പാർലമെന്റിൽ ചർച്ച ചെയ്ത്, അല്ലെങ്കിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 15 വർഷത്തോളം എടുത്ത് നിരന്തര ചർച്ചയിലൂടെ ചൈനയും ഏകദേശം അത്രത്തോളം കാലം എടുത്തുകൊണ്ട് മറ്റു രാജ്യങ്ങളും ചർച്ച ചെയ്ത് നേടിയെടുത്ത ആണവ കരാർ കേവലം 2 ദിവസം നീണ്ടുനിന്ന ചർച്ചകളിലൂടെ നേടിയെടുക്കുവാൻ എന്തിനാണ് ഒരു ഗവൺമെന്റ് താല്പര്യപ്പെടുന്നത് എന്നതാണ് ഇതിന്റെ പിന്നിലെ കലി എന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. യഥാർത്ഥത്തിൽ നമ്മുടെ പത്രങ്ങൾ സൂചിപ്പിക്കുന്നു, കഴിഞ്ഞ 22-ാം തീയതി നമ്മുടെ പാർലമെന്റിൽ നടന്നത് വലിയ ഒരു കുതിരക്കച്ചവടമാണ് എന്ന്. എനിക്ക് പറയുവാൻ തോന്നുന്നത്, നമ്മുടെ പാർലമെന്റിലെ ഒരു കൂട്ടം കഴുതകളെ അമേരിക്ക വിലക്കെടുക്കുകയാണ് ചെയ്തത്. ബുദ്ധിയില്ലാത്ത വിഡ്ഢികളുടെ പാർലമെന്റിൽ അമേരിക്ക ബുദ്ധി കൊണ്ട് കച്ചവടം ചെയ്തു എന്നതാണ് കഴിഞ്ഞ 22-ാം തീയതി നാം നമ്മുടെ പാർലമെന്റിൽ കണ്ടത്. തീർച്ചയായും ഇവിടെ അത് സംബന്ധിച്ച് അങ്ങോട്ട് പല അഭിപ്രായ പ്രകടനങ്ങൾ വരികയുണ്ടായി. ഇന്ത്യയുടെ ഊർജ്ജ മേഖലയിൽ ഇന്ത്യക്ക് വലിയ ഒരു നേട്ടം നൽകുന്ന സംഗതിയാണ് ആണവ കരാർ എന്ന് സൂചിപ്പിക്കുകയുണ്ടായി. എന്റെ ഒരു സുഹൃത്ത് ചോദിച്ചു, ഇന്ത്യക്ക് മറ്റു ബദൽ മാർഗങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറയണമെന്ന്. ഞാൻ ഇവിടെ വിഷയാവതരണത്തിൽ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യയുടെ മുന്നിൽ ഒരുപാട് സാധ്യതകളുണ്ട്. സൗരോർജ്ജത്തിൽ നിന്ന് നമുക്ക് വൈദ്യുതി ഉണ്ടാക്കാം, കൽക്കരിയിൽ നിന്ന് വൈദ്യുതി ഉണ്ടാക്കാം, അതുപോലെ ഇറാൻ പൈപ്പിലെ ആ പദ്ധതി വിജയിച്ചു കഴിഞ്ഞാൽ അതുവഴിയും നമുക്ക് നമ്മുടെ രാജ്യത്തിന് അനുകൂലമായ രീതിയിൽ വൈദ്യുതി ഉണ്ടാക്കാം. പക്ഷേ രാജ്യത്തിനും നാട്ടിനും എന്നും ദോഷകരമാവുന്ന ഒരു വമ്പൻ ലാഭത്തിലേക്കാണ് നമ്മുടെ രാജ്യം നടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കേവലം 7% വരുന്ന ഒരു ഊർജം നമുക്ക് ലഭിക്കും എന്നത് മാത്രമല്ല, അതുകൊണ്ട് നമുക്കുണ്ടാകാൻ പോകുന്നത് കോടിക്കണക്കിന് രൂപ കൊടുത്ത് അതിന്റെ ഉൽപ്പന്നങ്ങൾ നമ്മുടെ രാജ്യത്ത് ഇറക്കുമതി ചെയ്ത് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു കരാറിൽ, നേരത്തെ ഇവിടെ വളരെ വിശദമായി പറയപ്പെട്ട കരാറിലേക്ക് കടക്കാത്തതെന്ന് ഞാൻ പറയുന്നു. അമേരിക്കൻ കോൺഗ്രസിലെ ഏതെങ്കിലും രംഗം അമേരിക്കൻ പ്രസിഡന്റ് ആ കോൺഗ്രസിൽ പറയുന്ന ആയിരക്കണക്കിന് ചോദ്യങ്ങൾക്ക് നോ എന്ന് ഉത്തരം പറഞ്ഞാൽ ഏകപക്ഷീയമായിട്ട് ആ കരാർ അവർക്ക് ഒഴിവാക്കി കൊണ്ടുപോകാൻ സാധിക്കും. 4 ലക്ഷം കോടി രൂപ ചെലവാക്കി നിർമ്മിക്കുന്ന ഈ ആണവ കരാർ ഏതെങ്കിലും ഒരു വിഷയത്തിൽ അമേരിക്കയുടെ താല്പര്യത്തിന് വഴങ്ങാതെ ഇന്ത്യ നിന്നാൽ അതിനെതിരെ ഈ കരാർ റദ്ദാക്കാമെന്നതിന്റെ ഹൈഡാക്സിൽ വളരെ വ്യക്തമായി പറയുമ്പോൾ, അത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ധാരാപൂർ ആണവ ഫാക്ടറിയുമായി ബന്ധപ്പെട്ടിട്ട് നമ്മളിവിടെ ചർച്ച ചെയ്ത വിഷയമാണ്. നമ്മളൊരു അണുപരീക്ഷണം നടത്തിയപ്പോഴേക്കും ഏകപക്ഷീയമായിട്ട് ആ കരാർ നശിപ്പിച്ചുകൊണ്ടാണ് പോയത്. മറ്റൊരു വിഷയം, ഇത് പ്രസരിപ്പിക്കുന്ന വളരെ ഏറ്റവും വലിയ പ്രശ്നം, ഇത് പ്രസരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യത്തിന്റെ ആരോഗ്യ മേഖലയെ ഇത് തകർക്കുമെന്നാണ്. ചെർണോബിലിൽ ഒരു ദുരന്തമുണ്ടായപ്പോൾ ചെർണോബിൽ ഇതിനെ സംബന്ധിച്ച് ആണവ ഫാക്ടറിയിൽ ഉണ്ടായ ദുരന്തത്തിന് ഇരകളായവർ നമ്മുടെ ഇന്ത്യ രാജ്യത്ത് കൂടിയുണ്ട് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതിന്റെ വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഇതിന്റെ പ്രസരണം, ആരോഗ്യ മേഖലയ്ക്ക് കടുത്ത പ്രതിസന്ധി ഉണ്ടാക്കുന്ന ഇതിന്റെ പ്രസരണം തടയുവാൻ നമ്മുടെ മുന്നിൽ എന്ത് മാർഗമാണുള്ളത്? അമേരിക്കയുടെ മുന്നിൽ ഒരു മാർഗമുണ്ട്. ശാന്തസമുദ്രത്തിന്റെ ഏറ്റവും അടിയിൽ 500 കിലോമീറ്ററോളം താഴെയോട്ട് കുഴിച്ചിട്ട് അവിടെ അവരൊരു അറയുണ്ടാക്കണം. അതിനാണ് ഇതിന്റെ വെച്ച് സൂക്ഷിക്കുക. ഇന്ത്യക്ക് അങ്ങനെ ഒരു സംഗതി നേടണമെങ്കിൽ 70 കോടി അമേരിക്കൻ ഡോളർ അതിനു വേണ്ടിയിട്ട് ചെലവഴിക്കണം. ഇത്രയും വലിയ ഒരു എമൗണ്ട് ചെലവാക്കിക്കൊണ്ട് നമ്മുടെ രാജ്യത്തിന്റെ ഊർജ്ജ സുരക്ഷ പരിഹരിക്കുമെന്നാണോ പറയുന്നത്? ഞാൻ പറയുന്നു, തീർച്ചയായിട്ടും അത് പരിഹരിക്കുന്നില്ല. നമ്മുടെ പാർലമെന്റിനെ സംബന്ധിച്ചിടത്തോളം അതിലെ അധിക എംപിമാർക്കും ആണവ കരാർ എന്തെന്ന് തന്നെ അവർക്ക് അറിയുകയില്ല. നിങ്ങൾക്കറിയുമോ, നേരത്തെ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി, ഓരോ വർഷവും അമേരിക്കൻ പ്രസിഡന്റ് അവരുടെ കോൺഗ്രസിൽ ഇന്ത്യയിൽ എന്ത് നടക്കുന്നു എന്ന് അതിനെക്കുറിച്ച് അവർക്ക് റിപ്പോർട്ട് നൽകണം.
എത്ര കിലോ എവിടെ ഉത്പാദിപ്പിക്കപ്പെടുന്നുണ്ട്, അവരെങ്ങനെയാണ് ഈ വൈദ്യുതിയെ കുറിച്ച് അല്ലെങ്കിൽ ആണവം അവർ നൽകിക്കൊണ്ടിരിക്കുന്ന ഈ സഹായം ഏത് രീതിയിലാണ് ഇത് ഉപയോഗപ്പെടുത്തുന്നത്, അവരവിടെ റിപ്പോർട്ട് നൽകണം. നമ്മുടെ പാർലമെന്റിൽ ഒരു എംപിക്കും ആണവത്തെ കുറിച്ച് അല്ലെങ്കിൽ ആണവോർജ്ജം എന്തുകൊണ്ട് നമ്മുടെ രാജ്യത്തിന് ദോഷകരമായി ബാധിക്കുന്നു, അല്ലെങ്കിൽ എന്താണ് അതിന് പിന്നിലുള്ള പ്രത്യാഘാതങ്ങളെന്ന് അറിയാതിരിക്കുന്ന സന്ദർഭത്തിലാണ് അമേരിക്കൻ പ്രസിഡന്റ് അവരുടെ പാർലമെന്റിൽ ഈ വിഷയം നിരന്തരം ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ രാജ്യം നാറ്റോയിൽ അംഗമല്ല, പക്ഷേ നാറ്റോയിലെ അംഗരാജ്യങ്ങളോട് അമേരിക്ക പറയുന്ന അതേ വാക്കുകളാണ് നമ്മളോടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇറാനെതിരിൽ നിങ്ങൾ നിലപാടെടുക്കണം, അല്ലെങ്കിൽ അമേരിക്ക എടുക്കുന്ന എല്ലാ വിദേശ നയങ്ങൾക്കും അനുകൂലമായിട്ട് ഒപ്പുചേർത്തിയില്ലെങ്കിൽ ഏകപക്ഷീയമായിട്ട് ഈ കരാർ അവർക്ക് പിൻവലിച്ചു കൊണ്ടുപോകാം എന്നാണ് അവർ പറയുന്നത്. ദൗർഭാഗ്യവശാൽ നമ്മുടെ പാർലമെന്റിൽ നമ്മുടെ ജനാധിപത്യത്തിന്റെ ഒരു ദൗർബല്യം കൂടിയാണ്. 5 വർഷത്തിലൊരിക്കൽ 2 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു വോട്ട് ചെയ്യൽ പ്രക്രിയ മാത്രമാണ് ജനാധിപത്യമെന്ന് നമ്മുടെ രാജ്യം മനസ്സിലാക്കിയിരിക്കുന്നു എന്നതിന്റെ ഒരു ദുരന്തം കൂടിയാണ് ഇത് എന്ന് മനസ്സിലാക്കണം. ഇവിടെ നമ്മുടെ സിദ്ധാർത്ഥ സോമനാഥ് ചാറ്റർജിയെ കുറിച്ച് സൂചിപ്പിക്കുകയുണ്ടായി. എനിക്ക് പറയുവാനുള്ളത്, സോമനാഥ് ചാറ്റർജിയുടെ ചെവിക്ക് പിടിച്ച് പാർലമെന്റിൽ നിന്ന് പുറത്തേക്കിട്ട CPM-ന്റെ അർഹമെന്നുള്ള നിലപാടിനെ അംഗീകരിച്ചുകൊണ്ട് തന്നെ പറയട്ടെ, ആ സംഘവും അങ്ങനെ അനുഭവിക്കാൻ പോകുന്ന ഒരു ദുരന്തമാണ് ആ സംഭവം സൂചിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ രാജ്യത്ത് ഇനി കമ്മ്യൂണിസത്തിന് പ്രസക്തിയില്ല. മുതലാളിത്ത ആശയങ്ങൾ നമ്മുടെ രാജ്യത്ത് കടന്നു വരേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ടാറ്റാക്കും സിലിം ഗ്രൂപ്പിനും വേണ്ടിയിട്ട് സ്വന്തം രാജ്യത്തെ ആയിരക്കണക്കിന് ജനങ്ങളെ വെടിവെച്ചു കൊന്ന പശ്ചിമ ബംഗാളിൽ നിന്നാണ് സോമനാഥ് ചാറ്റർജി വരുന്നത് എന്ന് പറയുമ്പോൾ കൊമ്പന് പിന്നാലെ പോകാനുള്ള സാധ്യത ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ കൂടി മുന്നിൽ കാണണമെന്ന് കൂടി ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ആ വിഷയങ്ങൾ കൂടി നമ്മുടെ ഈ വിഷയത്തെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മുടെ മുന്നിൽ വരണമെന്നാണ് പറയുവാനുള്ളത്. കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് അമേരിക്കയിലെ ഇന്ത്യൻ അംബാസിഡർ നമ്മുടെ പാർലമെന്റിനെ കുറിച്ച് പറഞ്ഞു, തലയില്ലാത്ത കോഴികളാണ് അവർ. കുറച്ചു കഴിഞ്ഞ് അദ്ദേഹം പറഞ്ഞു, അത് ഞാൻ ഉദ്ദേശിക്കുന്ന മാധ്യമങ്ങളെ കുറിച്ചിട്ടാണ് എന്ന്. യഥാർത്ഥത്തിൽ എനിക്ക് തോന്നുന്നു വളരെ കൃത്യമായിട്ടുള്ള ഒരു പരാമർശമായിരുന്നു അത്. രാജ്യത്തെന്ന് നടക്കണം, രാജ്യത്തിന്റെ പുരോഗതി എവിടെയാണ് എന്ന് അറിയാതെ നമ്മുടെ രാജ്യത്തെ ഏതോ ആഗോള മൂലധന ശക്തികൾക്ക് വേണ്ടി അവരുടെ ഇച്ഛകൾക്ക് അനുകൂലമായിട്ട് നമ്മുടെ രാജ്യത്തിന്റെ നിലപാടുകൾ തീരുമാനിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഭരണാധികാരികൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ സ്വാതന്ത്ര്യബോധം അടിയറവെക്കാത്ത ഒരു സമൂഹത്തിന് മാത്രമേ അതിനതിശക്തമായി കൊണ്ട് പ്രതികരിക്കുവാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ പറയുകയുണ്ടായി, ഇതൊരു മുസ്ലിം വിരുദ്ധമായ അല്ലെങ്കിൽ ഒരു മുസ്ലിം വിരുദ്ധമാണ് എന്ന തനിമ മനസ്സിലാക്കുന്ന രീതിയിൽ ഇവിടെ സുഹൃത്ത് സൂചിപ്പിക്കുകയുണ്ടായി. തനിമയെ സംബന്ധിച്ചിടത്തോളം ആണവ കരാറിലെ ചതിക്കുഴികൾ തനിമ മനസ്സിലാക്കുന്നത് ഇത് മുസ്ലിങ്ങളെ ബാധിക്കുന്ന ഒരു പ്രശ്നമെന്നതല്ല. ആണവ കരാറിന്റെ ദുരന്തങ്ങൾ ഏറ്റുവാങ്ങുവാൻ ഈ രാജ്യത്തെ മുസ്ലിം സമൂഹം മാത്രമല്ല, ഈ രാജ്യം മുഴുവതിലും അതിഭീകരമായ ഒരു ദുരന്തത്തിലേക്കാണ് പോകുന്നത്. ഏതാനും വർഷങ്ങൾ കഴിയുമ്പോൾ ഈ കരാർ നടപ്പിലാക്കിയാൽ അവരുടെ ആണവ റിയാക്ടറുകൾ നമ്മുടെ രാജ്യത്തേക്ക് കടന്നു വന്നാൽ വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ തലമുറ പറയും, വരാനിരിക്കുന്ന തലമുറ പറയും, നമ്മെ ഈ ദുരന്തത്തിലാക്കിയതിന് 106 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ രാജ്യത്തെ ഒരു പ്രധാനമന്ത്രി അതിന് ദുഃഖാൻ പിടിച്ച ഒരു സോണിയാഗാന്ധി ഈ രാജ്യത്തുണ്ടായിരുന്നു എന്ന്. അത്രമാത്രം അപകടകരമായ ഒരവസ്ഥയിലേക്കാണ് പോകുന്നത്. നേരത്തെ സൂചിപ്പിച്ചു, ഇവിടെ കമ്പ്യൂട്ടർ വന്നപ്പോൾ അതിനെ എതിർത്തവർ, അതുപോലെ തന്നെ ട്രാക്ടർ വന്നപ്പോൾ എതിർത്തവർ, അതുപോലെ ഒരു നിസ്സാരമായ വിഷയമാണ് ആണവ കരാറെന്ന്. സഹോദരന്മാരെ, നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, കമ്പ്യൂട്ടർ വന്നപ്പോഴുള്ള എതിർപ്പ് പോലല്ല ഇത്. ട്രാക്ടർ വന്നപ്പോഴുള്ള എതിർപ്പ് പോലെ അല്ലാന്ന് ഒരുപക്ഷെ അതിനെക്കുറിച്ച് പറഞ്ഞാൽ അന്ന് ഈ വിഷയങ്ങൾ അത്തരം വിഷയങ്ങളെ കുറിച്ച് ഇതേപോലെ പ്രബുദ്ധമായ അല്ലെങ്കിൽ ഇതേപോലെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജനമൊന്നും നമ്മുടെ രാജ്യത്തില്ലായിരിക്കാം. പക്ഷേ അതിനേക്കാൾ അപകടകരമായ നമ്മുടെ ജനങ്ങളുടെ എല്ലാ സംഗതികളും നമ്മുടെ സമ്പത്തും അഭിമാനവും ഒക്കെയും നഷ്ടപ്പെടുത്താൻ പോകുന്ന ഒരു അപകടകരമായ ഒരു കരാറാണ്. നമ്മുടെ രാജ്യത്തിന്റെ മുക്കുമൂലകളിൽ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കേണ്ട ഒരു സംഗതിയെ വെറും പാർലമെന്റ് അംഗങ്ങളോട് പോലും തീരുമാനിക്കാതെ എടുക്കുന്ന ഏകപക്ഷീയമായ ഈ കരാർ നമ്മുടെ രാജ്യത്തെ ഏത് രീതിയിലാണ് നയിക്കുക എന്ന് പറയുവാൻ അതിന് ഉത്തരവാദിത്തപ്പെട്ടവർക്ക് അവകാശമുണ്ടെന്നാണ് പറയുന്നത്. ഇവിടെ സൂചിപ്പിച്ച ഒരാൾക്ക് പോലും അതെങ്ങനെ നമ്മൾ അഭിമുഖീകരിക്കുവാൻ പോകുന്ന ഊർജ്ജ പ്രതിസന്ധിയെ മറികടക്കുവാൻ സാധിക്കുമെന്ന് അവർ പറയുന്നില്ല. നിങ്ങൾക്കറിയില്ലേ, ഞാൻ ആലപ്പുഴ ജില്ലക്കാരനാണ്. ആലപ്പുഴ ജില്ലയുടെ തെക്കേയറ്റത്ത് അവിടെ ഒരു പവർ പ്ലാന്റ് ഉണ്ട്, താപവൈദ്യുത നിലയമുണ്ട്. നമ്മുടെ രാജ്യം ഇന്ന് പവർക്കെട്ടിലൂടെ കടന്നു പോകുമ്പോൾ അവിടെ നിന്നൊരു യൂണിറ്റ് വൈദ്യുതി വാങ്ങാൻ പോലും സാധ്യമാകാത്ത രീതിയിൽ അതിന്റെ വില ഉയർന്നതാണ് എന്ന് പറയുന്നു. അങ്ങനെ അവിടെ നിന്നൊരു യൂണിറ്റ് വൈദ്യുതി പോലും വാങ്ങാൻ പറ്റാത്ത രീതിയിൽ നമ്മുടെ പ്രദേശത്തുള്ള ഒരു വൈദ്യുത നിലയം പോലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നില്ല. അങ്ങനെയാണെങ്കിൽ നേരത്തെ ഇവിടെ സൂചിപ്പിച്ച കണക്കുകൾ വെച്ച് ഏകദേശം 6 രൂപയുടെ അടുത്ത് വരുന്ന ഒരു യൂണിറ്റ് വൈദ്യുതി നമ്മുടെ രാജ്യത്ത്
ചാർജെങ്കിലും വാങ്ങുവാൻ പറ്റുമോ? അങ്ങനെ ഒരു വൈദ്യുതി വാങ്ങിയിട്ട് നമ്മുടെ രാജ്യത്ത് ഏതെങ്കിലും മേഖലയിൽ ഒരു പുരോഗതി ഉണ്ടാകുമോ? നമ്മുടെ രാജ്യത്ത് വളരെ സുലഭമായി ലഭിച്ചുകൊണ്ടിരിക്കുന്ന സൗരോർജ്ജവും കൽക്കരിയും തുടങ്ങിയിട്ടുള്ള ഒരുപാട് നമുക്ക് അനുകൂലമായ സംഗതികൾ നാം ഉപയോഗപ്പെടുത്താതെ എന്തുകൊണ്ട് ലോക ഭീകരതയ്ക്ക് നേതൃത്വം നൽകുന്ന ആഗോള ചട്ടമ്പിയായ ലോകത്തെ ഇന്നേ വരെ അതിക്രമങ്ങൾ മാത്രം അഴിച്ചുവിട്ടിട്ടുള്ള ഒരു ലോക ഭീകരന്റെ ചെൽപ്പടിക്ക് നിൽക്കുവാൻ ഇന്ത്യ എന്ന മഹത്തായ സ്വതന്ത്ര രാജ്യത്തെ എന്തിൽ നമ്മുടെ ഭരണാധികാരികൾ ഉപയോഗപ്പെടുത്തുന്നു, അല്ലെങ്കിൽ അവരുടെ സാമന്ത രാജ്യമായി നമ്മുടെ രാജ്യത്തെ മാറ്റുവാൻ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്ന പ്രസക്തമായ ചോദ്യം നിങ്ങളുടെ മനസ്സിലേക്ക് ഇട്ടുകൊണ്ട് തനിമയുടെ ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും തനിമയുടെ ഊഷ്മളമായ സ്വാതന്ത്ര്യ ദിനാശംസകൾ ഒരിക്കൽ കൂടി അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.